കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിനായി ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ സജ്ജമാണ്. ടെക്നിക്കൽ പരിശോധനയ്ക്ക് തൃശൂരിൽ നിന്നുള്ള സംഘം പുറപ്പെടും. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനുമാകും ഷിരൂരിലേക്ക് പോവുക. അവിടെ എത്തി പരിശോധിച്ച ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. തൃശൂരിൽ നിന്നും MS ലിഷോയ് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ എപ്പോഴത്തേക്ക് അനുമതി ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയായിരിക്കുകയാണല്ലോ. ജില്ലാ ഭരണകൂടത്തിൻ്റെ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പരിശോധനകൾ ഇവിടുത്തെ പൂർത്തിയാക്കിയത്. ഇനിയിപ്പോൾ ഷിരൂരിലുള്ള അവിടുത്തെ കർണാടകയുടെ അവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കളക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഇത് അനുമതി നൽകേണ്ടത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഈ ഒരു യന്ത്രത്തിൻ്റെ ടെക്നിക്കൽ ടീമുമായി നമ്മൾ സംസാരിച്ചു. അവർ പറയുന്നതനുസരിച്ച് ഇതുവരേക്കും ഇത് പുഴയിൽ കുത്തൊഴുക്കുള്ള ഇടങ്ങളിലോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഈ ഒരു യന്ത്രം ഉപയോഗിച്ചുള്ള പ്രവർത്തികളൊന്നും തന്നെ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ കോൾപ്പാടങ്ങളിലും മറ്റുമാണ് ചെയ്തു വരുന്നത്. കനത്ത മഴയുള്ള സമയത്തൊന്നും തന്നെ ഈ യന്ത്രം ഇതുവരേക്കും പ്രവർത്തിപ്പിച്ച് ഡ്രഡ്ജിങ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ടെക്നിക്കൽ ടീമുമായി നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമായത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്കിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അവർക്കും ഒരു സംശയമുണ്ട്. കാരണം യാതൊരു വിധത്തിലും നേരത്തെ ഒരു പരിശോധനകളോ പരീക്ഷണങ്ങളോ ഒന്നും തന്നെ ഇത്തരത്തിൽ നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ കേരളത്തിലെ കോൾപ്പാടങ്ങളിൽ ആഴം കൂട്ടുന്നതിനും അതായത് കോൾപ്പാടങ്ങളിലെ പോളപ്പായലുകൾ മാറ്റുന്നതിനും അതിനോടൊപ്പം തന്നെ അവിടുത്തെ തോടുകളും കനാലുകളും എല്ലാം തന്നെ ആഴം കൂട്ടുന്നതിനുമെല്ലാമായാണ് നിലവിൽ ഇത് ഉപയോഗിച്ച് വരുന്നത്. എൽത്തുരുത്ത് ഭാഗത്താണ് നിലവിൽ ഉള്ളത്. തൃശ്ശൂരിലെ ഈ ഭാഗത്ത് ഏകദേശം 2 മാസത്തോളമായി ഈ പ്രവൃത്തികൾ, പോളപ്പായൽ മാറ്റുന്ന പ്രവൃത്തികളാണ് ഇത് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗംഗാവലിയുടെ കുത്തൊഴുക്കിനെ ഇത് അതിജീവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലവിലുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തൃശ്ശൂരിൽ നിന്നുള്ള ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് ക്രാഫ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അത് പ്രവർത്തന സജ്ജം തന്നെയാണ്. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അവിടെ എത്തി പുഴയിലേക്ക് ഇറക്കണമെങ്കിൽ അവിടുത്തെ അനുമതി നേടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ടെക്നിക്കൽ ടീം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അത് ധരിപ്പിച്ച് വേണം പിന്നീട് പുഴയിലേക്ക് ഇറക്കാനായുള്ള അനുമതി ലഭിക്കുന്നതിന് വേണ്ടി. എന്തായാലും നിലവിൽ ഇവിടെ നിന്നുള്ള ഒരു ടെക്നീഷ്യനും അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനും ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഷിരൂരിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് അതിനുവേണ്ടിയുള്ള അനുമതി ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട ഷിരൂരിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു യന്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് ആ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും അവിടെ നിന്നുള്ള അനുമതി ലഭിക്കുക. എന്തായാലും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ലോറി മാർഗം അങ്ങോട്ടേക്ക് എത്തിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിനും അന്തിമ അനുമതിയാണ് ഷിരൂരിൽ നിന്ന് ലഭിക്കേണ്ടത്. ഇപ്പോൾ ഈ കിടക്കുന്ന യന്ത്രം ഏകദേശം 2 മാസത്തോളമായി ഇവിടെ നിലവിൽ ഈ പ്രവർത്തികൾ കോൾപ്പാടത്ത് ചില ജോലികളുമായി, അതായത് മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നു. ഈ യന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും മാറി മാറി ഉപയോഗിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കാർഷിക ഗവേഷണ കേന്ദ്രമാണ്, കേരള കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഈ യന്ത്രം ഏകദേശം 85 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വെള്ളത്തിലും അതുപോലെ തന്നെ ഈ ചെളി നിറഞ്ഞ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഈ ഒരു യന്ത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ആ രീതിക്കുള്ള പ്രവർത്തികളാണ് നിലവിൽ ഇവിടെ നടന്നു വരുന്നത്. എന്തായാലും ഈ ടെക്നിക്കൽ ടീം അവിടേക്ക് എത്തി അവിടെ അവരുമായി സംസാരിച്ച് ഇതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവരെ ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും അവിടെ നിന്ന് അനുമതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുക.